കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ടി.വി. പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് തെളിവില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട്. ഒരു സ്വകാര്യ മാധ്യമമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എ.ഡി.എം. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിക്കപ്പുറം തെളിവില്ല എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ. എന്തായാലും തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിനും കഴിഞ്ഞില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം എ.ഡി.എം. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിക്കപ്പുറം അതിൽ യാതൊരുവിധ തെളിവുമില്ല. തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിന് സാധിച്ചിട്ടില്ല. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP ആണ് അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളുമുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വർണം പണയം വെച്ചതു മുതൽ എ.ഡി.എമ്മിന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നതുവരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ട്. എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ തെളിവുകളുമില്ല. ഒക്ടോബർ 5-ന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് കൈമാറി. ഒക്ടോബർ 6-ന് പ്രശാന്തും നവീൻ ബാബുവും 4 തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിളികൾക്കൊടുവിലാണ് പ്രശാന്ത് നവീൻ ബാബു കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം ഒക്ടോബർ 8-ന് പെട്രോൾ പമ്പിന് NOC കിട്ടി. കൈക്കൂലി കൊടുത്തുവെന്ന കാര്യം ഒക്ടോബർ 10-നാണ് വിജിലൻസിനെ അറിയിക്കുന്നത്. പ്രശാന്തിന്റെ ബന്ധു തന്നെയാണ് കണ്ണൂർ വിജിലൻസ് DYSPയെ വിളിച്ചു പറയുന്നത്. ഒക്ടോബർ 14-ന് വിജിലൻസ് DI പ്രശാന്തിന്റെ മൊഴിയെടുത്തു. വിജിലൻസ് DYSPക്ക് അന്ന് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ ബാബുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് വിജിലൻസ് പറയുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കാനും വകുപ്പില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു മൊഴിയെടുത്തത്. ഒരു തെറ്റുപറ്റി എന്ന് എ.ഡി.എം. തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനായിരുന്നു വീണ്ടും മൊഴിയെടുത്തത്. തെറ്റുപറ്റി എന്ന് എ.ഡി.എം. തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P.P. ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുന്നുവെന്നായിരുന്നു ആരോപണം. ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വീണ്ടും മൊഴിയെടുത്തത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിറകെയായിരുന്നു നടപടി. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പുതല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ തന്നെ നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യം ഇല്ലായിരുന്നു. ഒക്ടോബർ 22-നാണ് പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചത്. അതിനിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എ.ഡി.എമ്മിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം P.P. ദിവ്യയെ രക്ഷിക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ആവശ്യപ്പെട്ടു. അതിനിടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമെന്ന കുടുംബത്തിന്റെ ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തള്ളിയിരുന്നു. CBI അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്ന് M.V. ഗോവിന്ദൻ പറയുകയുണ്ടായി. ഈ നിലപാടിൽ മാറ്റമില്ല, CBI കൂട്ടിലടച്ച തത്തയാണെന്നും അന്ന് M.V. ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു.